ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. വളരെ സാധാരണക്കാരായ പത്രോസും യോഹന്നാനും സത്യത്തിനു വേണ്ടി നിൽക്കുകയും സത്യം സുവിശേഷിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ യഹൂദ മതാനുസാരികൾ അവരുടെ മൂപ്പന്മാർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും വായ മൂടിക്കെട്ടുവാൻ നോക്കി. അവരോട് തിരിച്ചു പ്രതിപാദിക്കുകയാണ്, ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. ഈ പത്രോസും യോഹന്നാനും അവർ നേരിൽ കണ്ടതാണ് ലോകത്തിൻ്റെ എല്ലാ പാപങ്ങളെയും വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ മരിക്കുന്നത്. ആ യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നത് നേരിൽ കണ്ട ആൾക്കാരാണ് പത്രോസും യോഹന്നാനും. ആ കണ്ട കാര്യത്തെ അവർക്ക് പ്രസ്താവിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ആ കണ്ട കാര്യത്തെ മൂടി വെക്കാൻ പറ്റുന്നില്ല. അവർ ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് വേണ്ടി യേശു കാൽവരിയിൽ മരിച്ചു എന്ന്. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ പലരും ആ യേശുവിലേക്ക് തിരിഞ്ഞു. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ യഹൂദ മതാനുസാരികൾക്ക് പത്രോസിനോട് യോഹന്നാനോട് വിദ്വേഷമുണ്ടായി. അവരോട് പറയുകയാണ്, ഇനിമേലാൽ പ്രസംഗിക്കരുത്. അവരോട് തൻ്റെ ഇടത്തോടെ പറയുകയാണ്, ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ പ്രസ്താവിക്കുമെന്ന്. ഞാനിങ്ങനെ പറയട്ടെ, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന, സത്യം സുവിശേഷിക്കുന്ന നിങ്ങളുടെ വാ ആർക്കും മൂടിക്കെട്ടുവാൻ കഴിയത്തില്ല. കാരണം സത്യമെന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ വാ ഒരാൾക്കും മൂടിക്കെട്ടുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ വാ സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു, നിങ്ങളെ ആർക്കും പിടിച്ച് കെട്ടുവാൻ കഴിയത്തില്ല. ആമേൻ.